അത്യുന്നതനായ മഹാദൈവത്തിന്റെ വിലയേറിയ നാമത്തിൽ വീണ്ടും സ്നേഹ വന്ദനം. अनंत काल तक जीवित रहने वाले परमेश्वर के नाम में आप सबको प्रेम भरा नमस्कार. ഇന്നത്തെ 11ാമത്തെ എപ്പിസോഡ് രാജാക്കന്മാർക്ക് അധിപതി എന്ന ടൈറ്റിലാണ്. हमारा आज 11वां एपिसोड है और ये राजाओं का राजा करके एक टाइटल हम इस एपिसोड को दे सकते हैं. ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രാധാന്യത എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ രാജാവ് എന്ന വിഷയമാണ്. आज का एपिसोड का मुख्य बात यह है कि राजाओं का राजा ऐसा एक व्यक्ति है, तो वो कौन है? വെളിപ്പാട് പുസ്തക പഠനത്തിന്റെ 1-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. हम प्रकाशित वाक्य का पहला अध्याय और उसका 5वां वाक्य में आए हुए हैं. വിശാലമായ ഒരു വ്യാഖ്യാനാർത്ഥത്തിലേക്ക് വരുവാൻ നമുക്ക് സമയം പോരാ. हमारे लिए इस एक वाक्य में बहुत ज्यादा विवरण हम नहीं दे सकते हैं. ഇന്നത്തെ വാക്യം 1-ന്റെ 5-ാം വാക്യമാണ്. आज हम चर्चा करेंगे 1:5. വിശ്വസ്ത സാക്ഷിയും മരിച്ചവർ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തു. अब विश्वास योग्य साक्षी और मरे हुए में से जी उठने वालों में से पहलोटा, हमने पहले ही बात कर चर्चा कर चुके हैं. വിശ്വസ്ത സാക്ഷിയും മരിച്ചവർ ആദ്യജാതനും എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിച്ചു. विश्वास योग्य साक्षी और मरे हुए में से पहलोटा जो जी उठा है, वो हम पहले इससे पिछले वाले एपिसोड में हमने चर्चा किया है. 5-ാം വാക്യത്തിന്റെ 3-ാം ഭാഗമാണ് രാജാക്കന്മാർക്ക് അധിപതി എന്നുള്ള ശ്രേഷ്ഠമായ വിഷയം. और 5वां वाक्य में ही एक तीसरा भाग है, वो है पृथ्वी के राजाओं का हकीम. 1-ാം വാക്യത്തിന്റെ 5-ാം വാക്യവും 6-ാം വാക്യവും 7-ാം വാക്യവും എല്ലാം രാജാതിരാജാവായ ക്രിസ്തുവിൽ കൂടെയുള്ള വന്ദനമാണ്. और प्रकाशित वाक्य का पहला अध्याय का 5, 6 और 7 दोनों को प्रभु यीशु मसीह राजा हैं करके दिखाते हैं. വെളിപ്പാട് പുസ്തകം 19-ഉം 20-ഉം അധ്യായത്തിൽ നിറഞ്ഞു കിടക്കുന്നത് രാജാക്കന്മാരുടെ രാജാവായ ക്രിസ്തുവിന്റെ വിഷയമാണ്. और प्रकाशित वाक्य का 19 और 20 अध्याय भी प्रभु यीशु मसीह को राजाओं का राजा कह के दिखाते हैं. തുടക്കത്തിലും ഒടുക്കത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിഷയമാണ് യേശു രാജാതിരാജാവ് എന്നുള്ളത്. प्रकाशित वाक्य का शुरुआत और अंत दोनों ही प्रभु यीशु मसीह को राजाओं का राजा करके दिखलाते हैं. ഭൂമിയിലെ ഒന്നാമത്തെ മനുഷ്യനാണ് ആദാം. और इस भूमि में पहला व्यक्ति पैदा जो हुआ था वो है आदम. അപ്പോൾ ഭൂമിയിലെ ഒന്നാമത്തെ രാജാവും ആദാം തന്നെയായിരുന്നു. और इस भूमि का पहला राजा भी आदम ही था. ഭൂമിയിലെ ആദ്യ രാജാവായിരിക്കുന്ന ആദാമിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏദൻ തോട്ടമാണ്. और आदम का पहला जो राजा था, उसका जो राज्य था एदन का वाटिका में था. തന്റെ ഭരണ രാജ്യ വിസ്തൃതി എന്ന് പറയുന്നത് ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. और आदम जहां राज्य करता था वो पूरा का पूरा भूमि पर राज्य करता था. ആദാം ജ്ഞാനപൂർണനായ രാജാവായിരുന്നു. और आदम जो है बहुत ही ज्ञान वाला एक व्यक्ति था. ചിലർ പറയാറുണ്ട് ഭൂമിയിലെ ഒന്നാമത്തെ ആദിവാസി ആദാം എന്നാണ്. और कुछ लोग इस तरह से कहते हैं कि पहला आदिवासी जो इस भूमि में आया था वो था आदम. അത് തമാശല്ല, ശരിയാണ്. ഭൂമിയിലെ ഒന്നാമത്തെ മനുഷ്യനും ഒന്നാമത്തെ ആദിവാസി തന്നെയാണ് ആദാം. और उसमें कोई गलत बात नहीं है. पहला मनुष्य और पहला आदिवासी आदम ही था. ദൈവത്തിന്റെ ഡയറക്റ്റ് സൃഷ്ടിയായ ആദാം ജ്ഞാനപൂർണനായിരുന്നു. और पहला व्यक्ति जो परमेश्वर ने सृष्टि किया आदम बहुत ही बुद्धिमान था. ദൈവം സൃഷ്ടിച്ച് മനോഹരമാക്കി ആദാമിനെ ഏൽപ്പിച്ചതായ ഈ ഭൂമിയിൽ और परमेश्वर ने बहुत सुंदर एक सृष्टि उन्होंने बनाया और आदम को दे दिया. പക്ഷി മൃഗാദികൾ തുടങ്ങിയ സകല ജീവജാലങ്ങൾക്കും ജ്ഞാനത്താൽ പേരിട്ടു. और आदम ने सारे पशु पक्षी को उसने नाम दिया. അന്ന് ആദാം ഇട്ട പേര് തന്നെയാണ് എത്ര നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കഴിഞ്ഞിട്ട് ഇന്നും ജീവജാലങ്ങളിൽ കാണുന്ന പേര്. और आदम ने जो नाम दिया था वही नाम आज वे हम पशु पक्षियों को बुलाते हैं. എന്നാൽ ഇന്ന് കാട്ടിലെ മൃഗങ്ങൾ കടുവയും ആനയും പുലികളും
പന്നിയും ഒക്കെ മനുഷ്യനെ ഉപദ്രവിക്കാൻ ഇറങ്ങി വരുന്നു. लेकिन आजकल जंगली जानवर जो है मनुष्यों पर आघात करते हैं. ഇവയെ ഒന്ന് നിയന്ത്രിക്കുവാൻ ഇന്നത്തെ മനുഷ്യനോ നിയമപാലകന്മാർക്കോ കഴിവില്ല. लेकिन इस समय इस जंगली जानवरों का नियंत्रण करने के लिए मनुष्य अप्राप्त है. ഭൂമിയിലെ രാജാക്കന്മാരെ കുറിച്ച് ശക്തമായിട്ടുള്ള ഒരു പഠന ചരിത്രം ലഭിക്കുന്നത് ദാനിയേൽ പ്രവാചകനിൽ നിന്നാണ്. और इस धरती पे कितने राजा लोग आए और आने वाले हैं, इस सब के बारे में जानकारी चाहिए तो आप दानियल के पुस्तक में देख सकते हैं. നെബൂഖദ്നേസർ രാജാവ് എന്ന് പറഞ്ഞ ശ്രേഷ്ഠനായ ചക്രവർത്തിയിൽ നിന്നാണ് അതിന്റെ ഒരു ആരംഭം. और नबूकदनेस्सर करके एक राजा है, वो बहुत ही महान राजा था. അവിടെ മക്കളും മരുമക്കളും ബന്ധുജനങ്ങളും തുടങ്ങി വംശപാരമ്പര്യത്തിൽ വലിയ ഭരണ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. और उनका बेटा और पोते पोतियों को लेकर के बहुत बड़ा एक राज्य उन्होंने बनाया. ബാബേൽ സാമ്രാജ്യം മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിന് വഴിമാറി. और बाबेल का वो राज्य था, वो മേദ്യ പേർഷ്യ मेदिया और पेर्शिया के नाम से वो आगे बढ़ गया. മേദ്യ പേർഷ്യ സാമ്രാജ്യം ഗ്രീസ് സാമ്രാജ്യത്തിന് വഴിമാറി. मेदिया और पेर्शिया जो राज्य था वो ग्रीस में तब्दील हो गया. ഗ്രീസ് സാമ്രാജ്യം റോമാ സാമ്രാജ്യത്തിന് വഴിമാറി. और ग्रीस का जो राज्य था वो हटकर रोम का राज्य आ गया. പ്രവചനപരമായി റോമാ സാമ്രാജ്യത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ നിൽക്കുക. और प्रवचन के अनुसार जो आखिरी जो क्षण है वो है आज का हमारा राज्य. ദാനിയേൽ പ്രവചനത്തിൽ ഈ കാണുന്നതായ ചാത്തന്റെ അവസാനം എന്ന് പറയുന്നത് പാദമാണ്. और दानियल का पुस्तक में जो आप मूर्ति को देखते हैं उसका आखिरी भाग है वो मिट्टी और लोहे का वो भाग. അവിടെ കളിമണ്ണും ഇരുമ്പും സമ്മിശ്രമായിട്ടുള്ള 10 വിരലുകളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. और वहां पे देखते हैं कि पत्थर और लोहे का जो मिश्रण है उसका 10 उंगलियों को देख सकते हैं. അവസാനമായി രംഗത്തേക്ക് പ്രത്യക്ഷപ്പെടേണ്ട 10 രാജ്യങ്ങളെയും രാജാക്കന്മാരെയും കുറിച്ചാണത്. और वहां पे देखते हैं कि आखिर में आने वाला राज्य के बारे में वहां पे बताते हैं. എന്നാൽ ബൈബിൾ പറയുന്നു लेकिन वचन ये कहता ഈ है രാജാക്കന്മാരുടെ കാലത്ത് इस राजाओं के समय में ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം ദൈവം സ്ഥാപിക്കും. कभी न नष्ट होने वाला एक राज्य इस धरती पे आने वाला ആ है. രാജ്യത്തിന് ഒരിക്കലും ഒരു അവസാനം ഉണ്ടാകുകയില്ല. और उस राज्य का कभी भी कोई अंत नहीं होगा. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവും परमेश्वर का पुत्र प्रभु यीशु मसीह ആ യേശുവിനോട് ചേർന്ന് അവനെ വിശുദ്ധന്മാരും ഭരിക്കുന്ന ഒരു രാജഭരണമാണ് ഈ ലോകത്തിൽ സ്ഥാപിക്കാൻ പോകുന്ന ദൈവരാജ്യം. और उस प्रभु यीशु मसीह के साथ उनके संत जनों के साथ में एक साथ मिलकर के इस धरती में राज्य करने के लिए वो जल्दी आ रहे हैं. കർത്താവായ യേശുക്രിസ്തു ഇസ്രായേലിലെ സിയോൻ പർവ്വതത്തിൽ ദാവീദിന്റെ സിംഹാസനം സ്ഥാപിച്ചിരുന്നിടത്ത് രാജസിംഹാസനം സ്ഥാപിച്ച വാണറുകളും और प्रभु यीशु मसीह इज़राइल के जो स्थान में वहां पे यरूशलेम में जहां पे दाऊद का सिंहासन है वहां पर वो बैठ करके अपना सिंहासन से राज्य करेंगे. ആകാശത്തിന് കീഴിലുള്ള എല്ലാ രാജ്യങ്ങളുടെ മേലും ഭരിക്കുന്ന വീരന്മാരും ശക്തന്മാരുമാണ് ദൈവത്തിന്റെ ദാസന്മാർ. और आकाश के नीचे में रहने वाले सारे संत लोग को उपयोग करके प्रभु यीशु मसीह सब पर राज्य करेंगे. ബൈബിൾ പറയുന്നു അവർ രാജസന്തതികളാണ്. और वे सब राजा के बच्चे हैं. അതെ, നാം രാജാക്കന്മാരും പുരോഹിതന്മാരുമായി ഈ ഭൂമിയെ ഭരിക്കും. और आप और हम मसीह लोग एक साथ मिलकर इस धरती पर राज्य करेंगे. അങ്ങനെ ഈ ഭൂമിയിലെ ഒടുക്കത്തെ രാജാവും മഹാരാജാവുമാണ് യേശുക്രിസ്തു. और इस धरती का आखिरी राजा है और वो है प्रभु यीशु मसीह. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അഗാധ കൂപം എന്ന് പറയുന്ന പാതാള നരകത്തിൽ മഹാസാത്താനെ ബന്ധിക്കും. और इस चित्र में जैसे आप देख रहे हैं उस आग की झील में शैतान को फेंक दिया जाएगा. എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും അഗ്നി തടാകത്തിലേക്ക് ബന്ധിക്കും. और जो एंटी क्राइस्ट है उसको बांध दिया जाएगा. എന്നിട്ട് അതിമനോഹരമായ സമാധാനപൂർണമായ ഒരു ഭരണം യേശു ഭൂമിയിൽ നടപ്പിലാക്കും. और शांति से भरा हुआ एक राज्य का स्थापना करेंगे हमारे प्रभु यीशु मसीह. പാപത്തിന്റെ കാരണക്കാരനായ സാത്താനെ ലൂസിഫറിനെ ബന്ധിച്ചത് കൊണ്ട് ഇവിടെ ഭൂമിയിൽ പാപം ഉണ്ടായിരിക്കുകയില്ല. और पाप के जो शुरुआत किया वो शैतान को जब बंदी बना दिया जाएगा तो इस धरती में कोई भी पाप
नहीं होगा പാപവും പിടിച്ചുപറിയും ഭീകരത്വവും ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം. और चोरी नहीं होगा, डकैती नहीं होगा, एक शांतिपूर्ण एक जगह होगा ये धरती। ബാങ്ക് കൊള്ളയിടലോ അങ്ങനെയുള്ള അഴിമതിയോ ഒന്നും നടക്കാത്ത ഒരു കാലഘട്ടം. और बैंक में कोई जाके डकैती नहीं करेगा और किसी भी तरह का करप्शन नहीं होगा। അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനില്ല, കോടതിയില്ല, വക്കീലുമില്ല. और इसलिए ना पुलिस स्टेशन रहेगा, ना कोर्ट रहेगा, ना कोई वकील रहेंगे। അവൻ അത്ഭുത മന്ത്രിയും വീരനാം ദൈവമാണ്. वो बहुत ही अद्भुत वाले मंत्री और बहुत बड़ा परमेश्वर होगा। കർത്താവ് സമത്വ സുന്ദരമാർന്ന ഒരു ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകും. हमारा प्रभु बहुत ही सुंदर एक राज्य का स्थापना करेंगे इस धरती पर। ദൈവത്തിന് നീതിയും ന്യായവും വഴിഞ്ഞൊഴുകുന്ന 1000 വർഷം. और परमेश्वर के इस धरती पर पूरे 1000 साल राज करेंगे। ബൈബിളിലെ ഏറ്റവും വലിയ വിഷയങ്ങളിൽ ഒന്നാണ് സഹസ്രാബ്ദം. और परमेश्वर के वचन में दिया गया एक बहुत बड़ा विषय है सहस्राब्द राज्य। ഇത് ബൈബിളിലുള്ള പദമല്ല. ये वचन में दिया गया एक वाक्य नहीं है। ഒരു സൗഭാഗ്യ കാല ദൈർഘ്യത്തെ പരിഗണിച്ച് एक कुछ साल में जो राज्य राजा का यहाँ पे होगा वो राज्य के बारे में बताते हैं। വേദപണ്ഡിതന്മാർ സഹസ്രാബ്ദം എന്ന നാമകരണം ചെയ്തിരിക്കുന്നു. और जो पंडित लोग हैं जो वचन को पढ़ते हैं वे उन राज्य का समय को सहस्राब्द राज्य कहते हैं। എന്നാൽ അത് നിത്യതയ്ക്ക് തുല്യമായ അല്ലെങ്കിൽ നിത്യതയ്ക്ക് പകരമായ വാക്കല്ല. लेकिन यह एक वाक्य जो अनंत काल में उपयोग नहीं होगा। ക്രിസ്തു ഈ ഭൂമിയിൽ വാഴുന്ന ശുഭകരമായ ഭാവിയാണ് സഹസ്രാബ്ദ ആഴ്ച. और प्रभु यीशु मसीह जब इस धरती पर राज्य करेंगे उस समय को सहस्राब्दी राज्य कहा ഒന്നുകൂടെ जाएगा। പറയട്ടെ, അത് 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സുവർണ കാലഘട്ടമാണ്. एक और बार मैं बताना चाहता हूँ ये पूरा 1000 साल प्रभु यहाँ पर राज्य करेंगे। ഞാൻ ഈ പറഞ്ഞു വരുന്നതായ യേശുവിന്റെ രാജവാഴ്ച അനേക എപ്പിസോഡുകളിൽ അല്പല്പമായി ആവർത്തിച്ചിട്ടുണ്ട്. और इस सहस्राब्द राज्य के बारे में अनेक एपिसोड में मैंने थोड़ा थोड़ा बात बताया है। ദീർഘമായി വിവരിക്കേണ്ടതായ ഈ വിഷയത്തെ ഷോർട്ടായി പല എപ്പിസോഡിലാക്കുമ്പോൾ കുറച്ച് ആവർത്തനം വന്നേ മതിയാകൂ. और अलग अलग एपिसोड में जब मैं बताऊंगा तो आपको लगेगा कि मैं इसको दोबारा कह रहा हूँ। മുള്ള് ശാപത്തിന്റെ ഫലമായി മുളച്ചു വന്നതാ. कांटे जो हैं पाप के वजह से या शाप के वजह से हमारे दुनिया में आया। 200-ൽ പരം മുള്ളുകൾ ഭൂമിയുടെ മധ്യഭാഗമാകുന്ന ഇസ്രയേലിലുണ്ട്. 200 से भी ज्यादा कांटों वाला पेड़ इजराइल राज्य में पाया जाता है। ഗെത്സമന തോട്ടത്തിൽ നല്ല മൂർച്ചയുള്ള ബലവത്തായ മുൾവൃക്ഷങ്ങൾ നിൽക്കുന്നുണ്ട്. और गतसमन्या में जो बाग है वहां पे बहुत कांटे वाले पेड़ हैं जो बहुत मजबूत हैं। മരമായി വളരാൻ അനുവദിച്ചാൽ മുൾവൃക്ഷമായി മാറും. और अगर इसको बढ़ने दिया जाए तो ये एक बड़ा पेड़ भी बन सकता है। അത് കട്ട് ചെയ്ത് വിട്ടാൽ ചെറിയ ചെറിയ ശിഖരങ്ങൾ വള്ളി പോലെ പുറത്തേക്ക് വരും. अगर उसको काटते रहते हैं तो वो छोटा बन के बढ़ता रहता है। അതിനെ തളർ ഒരു തണ്ട് വളച്ചെടുത്താൽ ഒരു മുൾക്കിരീടം പോലെ റിംഗ് ആക്കി തീർക്കാം. अगर उसमें से एक भाग को निकाल करके आप उसको गोल तरीके से बांध दोगे तो एक कांटों का ताज बना सकते हो। ബലവത്തായ ആണി പോലെ ഉറപ്പുള്ള മുള്ളുകളാണ് അതിന് ചുറ്റുമുള്ളത്. और बहुत मजबूत जो कांटों वाला एक ताज है वो। യേശുവിനെ ഗെത്സമന തോട്ടത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തപ്പോൾ जब प्रभु यीशु मसीह को गतसमनी के बाग से जब वहां उनको बंदी बना दिया जाता है രാജാക്കന്മാരും മഹാപുരോഹിത വർഗമൊക്കെ മാറി മാറി വിസ്തരിച്ചപ്പോൾ और एक एक राजा जब उनको बुलाकर राज्य में उनका पूछताछ करते थे അവിടെ പടയാളികൾ ഗെത്സമന തോട്ടത്തിൽ വന്ന് ഈ മുൾവൃക്ഷത്തിന്റെ ശാഖയെ അവിടെ നിന്ന് അടർത്തി മാറ്റി. और वहां पर कुछ लोगों ने जाके ये पेड़ में से कुछ कांटों को लेके आए അതിന് മുൾക്കിരീടം പോലെ മെടഞ്ഞുണ്ടാക്കി और उसको कांटों का ताज उन्होंने बनाया യേശുവിന്റെ തലയിൽ വെച്ചു. और प्रभु यीशु मसीह के सिर पे रखे കോലുകൊണ്ട് അടിച്ചിറക്കി और हाथोड़ा से उनको मार दिया ആർക്കിച്ച് മുഖത്ത് തുപ്പി. और उनके मुंह में थूक दिए। ഹേ രാജാക്കന്മാരുടെ രാജാവ് എന്ന് പറയുന്ന രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. और उन्होंने प्रभु यीशु मसीह को मजाक में बोलने लगे कि ये राजाओं का राजा क्या बोलते हो। എന്നാൽ ഇസ്രയേലിൽ അവരെ പരിഹസിച്ചതായ ഈ മുൾക്കിരീടം
और इज़राइल में उन्होंने जो सबने उनका ऊपर जो मजाक किया, കാലത്തികവെങ്കിൽ ഇതാ രാജാക്കന്മാരുടെ രാജാവെന്ന അർത്ഥം ഉളവാക്കുന്ന അനേക കിരീടം ധരിച്ചുകൊണ്ട് അവൻ പ്രത്യക്ഷപ്പെടുകയാണ്. लेकिन जब प्रभु यीशु मसीह दोबारा आएंगे, उनके सिर पे अनेक मुकुट उनके सिर पे होंगे. കർത്താവ് യേശുക്രിസ്തുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചുവെങ്കിൽ ഇതാ രാജാക്കന്മാരുടെ രാജാവായി അനേക രാജാക്കന്മാർ ധരിച്ചതിലും ശ്രേഷ്ഠമായ ഒരു അലങ്കൃതമായ കിരീടം ധരിച്ചുകൊണ്ടാണ് വാഴാൻ വരുന്നത്. और जब प्रभु यीशु मसीह हमारे धरती पर आएंगे तो उनके सिर पे जो मुकुट रखा होगा, ऐसा मुकुट मनुष्य जाति कभी ना देखा होगा, ना कभी देखेगा. മുൾക്കിരീടധാരിയായ ക്രിസ്തു പൊൻകിരീടധാരിയായി ഇതാ വേഗം വരുന്നു. कांटों का ताज पहना हुआ यीशु देखो अब सोने का ताज पहन के आ रहा है. അതെ പ്രിയമുള്ളവരെ, യേശു രാജത്വം പ്രാപിച്ചു വരുന്നതിന് മുമ്പ് और मेरे प्रियो, प्रभु यीशु मसीह जब दोबारा आएंगे, തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കാഹളത്തൊലിയോടുകൂടെ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടും. अपने पवित्र जनों को लेने के लिए वो बादलों पे आएंगे അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധന്മാർക്ക് പ്രതിഫലത്തിനായി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. और अपने पवित्र जनों को वो स्वर्ग में ले जाएंगे, उनको पुरस्कार देने के लिए. ഇതിനിടയിൽ 7 വർഷം ഭൂമിയിൽ മഹാപീഡനം നടക്കും. और उसके बीच में 7 साल इस धरती पे बहुत ही पीड़ा का समय होगा. സകല ജനതകളും മഹാകഷ്ടത്തിലാകുന്ന ഒരു ദുരന്ത ഭൂമിയായി തീരും. और सारे जन बहुत ही कष्ट में रहेंगे उस समय. അന്ന് ജാതീയ രാജാക്കന്മാർ അധിപതിമാരെല്ലാം ഇസ്രായേലിനെതിരായി തീരും. और सारे के सारे राज जो हैं इजराइल के विरुद्ध में हो जाएंगे. ഇസ്രായേൽ ജാതി വാവിട്ട് നിലവിളിക്കുന്ന ഒരു സമയത്തേക്ക് വരും. और उस समय इजराइल के जन बहुत रोना रोएंगे. ഞങ്ങളെ രക്ഷിപ്പാൻ യഹോവേ വേഗം വരണമേ എന്ന് പറയും. ए मेरे परमेश्वर, हमें रक्षा करने के लिए जल्दी आओ. അവരെ രക്ഷിക്കുന്ന രക്ഷകനായ യേശു ഇരുകരവും ഉയർത്തി അനുഗ്രഹിച്ചു കൊണ്ടുവരും. और प्रभु यीशु मसीह दोनों हाथ उठा करके उनको बचाने के लिए आएंगे. ആ കർത്താവ് യേശുവിനെ തിരിച്ചറിഞ്ഞ് ഇസ്രായേൽ ജനം ഒറ്റ ദിവസം കൊണ്ട് മാനസാന്തരപ്പെടും. और इजराइल जन प्रभु यीशु मसीह को उस दिन जान जाएंगे वे कौन है, और वो भी रूपांतरण प्राप्त करेंगे. അങ്ങനെ ഭൂമിയുടെ മധ്യഭാഗത്തേക്ക് വരുന്ന ക്രിസ്തു ഭൂമിയിൽ രാജസിംഹാസനം പലസ്തീനിൽ സ്ഥാപിക്കും. और प्रभु यीशु मसीह यरूशलेम में अपना सिंहासन पर राज करेंगे. वो उस दिन सबको पता चल जाएगा. യേശുവും അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സകല വിശുദ്ധന്മാരുമായി നമ്മളെയും കൊണ്ട് രാജാക്കന്മാരും പുരോഹിതന്മാരുമായി ഈ ഭരണം കാഴ്ചവെക്കും, മരണം നടത്തും. और प्रभु यीशु मसीह इजराइल जनों के साथ और सारे पवित्र जनों को साथ में लेकर के सारे धरती में राज करेंगे. അതേ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്. और मेरे प्रियजनों, प्रभु यीशु मसीह सारे धरती के लोगों का राजा है. നമ്മുടെ ക്രൈസ്തവ പ്രമാണം എന്ന് പറയുന്നത് ജീവന്റെ പ്രമാണമാണ്. हमारा जो वचन जो है वो जीवन का वचन है. വെറുതെ പറഞ്ഞു വിടുന്ന ഒരു കെട്ടുകഥയല്ല. ये कोई कहानी नहीं है. ഈ സമത്വ സുന്ദരമാർന്ന ദൈവരാജ്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. प्रभु यीशु मसीह का इस सुंदर राज्य में आप भी नागरिक बन सकते हैं. കർത്താവായ യേശു രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുക. हमारा प्रभु यीशु मसीह को अपने जीवन में अंगीकार करना है. യേശു ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ വിശ്വാസ സ്നാനം സ്വീകരിക്കുക. प्रभु यीशु मसीह के साथ जुड़ने के लिए विश्वास का बैप्टिज्म आपको लेना है. പാപത്തിൽ നിന്നും വേർപെടുക. और पाप से आपको अलग होना है. ജീവനുള്ള ദൈവത്തെ, ഏകസത്യ ദൈവത്തെ ആത്മാവസ്ഥയിൽ ആരാധിക്കുക. आप जीवन वाला परमेश्वर को आत्मा में और सच्चाई में आराधना करना है. നമ്മുടെ പേർ കർത്താവായ യേശുവിന്റെ ജീവപുസ്തകത്തിൽ എഴുതപ്പെടും. तब आपका और हमारा नाम जो है जीवन के पुस्तक में लिखा जाएगा. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട മക്കളാണ് വിശ്വാസി സമൂഹങ്ങളായ നമ്മൾ. आप परमेश्वर के जीवन के पुस्तक में जिसका जिसका नाम लिखा हुआ है वे सब हैं परमेश्वर के कलीसिया. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് ശ്രദ്ധിക്കുക. हमें इस वीडियो को सुनने वाले मेरे प्रियजन, ഈ രാജ്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. इस राज्य के आप भी नागरिक बन सकते हो. കർത്താവായ യേശു ക്രിസ്തു സകല പ്രശ്നങ്ങൾക്കും പരിഹാരകൻ തന്നെയാണ്. प्रभु यीशु मसीह सारे विषयों का सलूशन आपको दे सकता है. തന്നിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും നിരാശപ്പെടുകയില്ല. जो भी प्रभु यीशु मसीह पर विश्वास किए हैं कभी भी निराश नहीं हुए. ദിവ്യ സമാധാനവും അനുഗ്രഹവും കൊണ്ട് ദൈവം നിങ്ങളെ കാൽക്കുമാറാകട്ടെ. और बहुत ही आत्मिक आशीष
आशीषें आप सबको मिले, ऐसा मैं प्रार्थना करता हूं। ആമേൻ. आमेन।